യുവാവിന് തീപ്പൊള്ളലേറ്റ സംഭവം കൊലപാതക ശ്രമമെന്ന സ്ഥിരീകരണം. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിനാൽ സുഹൃത്തുക്കളായ ഷഫീഖ്, സുഹൈൽ എന്നിവരാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നത്. ചികിത്സയിൽ കഴിയുന്ന റിയാസിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതികൾ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. യുവാവിന് തീപ്പൊള്ളലേൽക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. ഷമീർ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ഷമീർ, ആദ്യം ഈ ചികിത്സയിൽ കഴിയുന്ന റിയാസിന്റെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാം. റിയാസ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഷിയാസിനെ ഇത്തരത്തിൽ മേവറത്തു നിന്നും ഈ കാണുന്ന ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച സുഹൃത്തുക്കളായ സുഹൈൽ, ഷഫീഖ് എന്നിവർ ചേർന്ന് പണം കടം വാങ്ങിയിട്ടുള്ള വൈരാഗ്യത്താൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ആ കത്തിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി പോലീസിൻ്റെ സ്ഥിരീകരണം ഇതൊരു അസ്വാഭാവിക അപകടമായിട്ടാണ് പോലീസ് ഇത് സ്ഥിരീകരിച്ചത്. ഈ യുവാവിനെ തീപ്പൊള്ളലേറ്റ നിലയിൽ ഈ റോഡിൽ കാണപ്പെടുകയായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്നാൽ പൊള്ളൽ ഗുരുതരമായതിനാൽ യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി തന്നെ പോലീസ് ഇത്തരത്തിലെത്തി റിയാസിൻ്റെ മൊഴിയെടുത്തിരുന്നു. റിയാസ് മൊഴിയിൽ പറയുന്നത് ഇത്തരത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് തന്നെ അപായപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിയാസിൻ്റെ മൊഴിയിൽ പറയുന്നത്. എന്തായാലും റിയാസ് കഴിഞ്ഞ കുറച്ചധികം കാലമായി ഏർവാടി എന്ന സ്ഥലത്ത് തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ആ വീട്ടിലേക്ക് ഇയാൾ മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സുഹൈൽ, ഷഫീഖ് എന്നീ രണ്ട് സുഹൃത്തുക്കൾ ഇയാൾക്ക് പണം നൽകിയിരുന്നു. ഏതാണ്ട് 20,000 രൂപ കടം നൽകിയതിൻ്റെ പേരിലാണ് നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം. അത് ഒരാളെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ സുഹൃത്തിനെ ഈ മൈലാപ്പൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഓട്ടോയിലിരുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. എന്തായാലും ഇതുമായി പോലീസിൻ്റെ ഒരു പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. ഫോറൻസിക് അധികൃതർ എത്തി ഇവിടെ പരിശോധന നടത്തി. പ്രതികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്? പ്രതികൾ ഈ മൈലാപ്പൂർ സ്വദേശികളായിട്ടുള്ള പ്രതികളാണ് ഇതിന് പിന്നിൽ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അവരുടെ വീടുകളിൽ പോലീസ് അന്വേഷണം നടത്തി. എന്നാൽ ഇവർ അവിടെ നിന്നും മാറി നിൽക്കുകയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്തായാലും പരമാവധി ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇവിടെ എത്തുന്നത്. എന്തായാലും ഓട്ടോയ്ക്കകത്തെത്തി ഓട്ടോയിൽ ഇരുത്തിയ ശേഷം ഇയാളുമായി സംസാരിച്ചു. അതിനുശേഷം വാക്ക് തർക്കമുണ്ടായി. പിന്നീടാണ് ഇത്തരത്തിലൊരു ഇയാളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തൊരു കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവം. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പോലീസ് ഈ സംഭവത്തിൽ മൊഴിയെടുത്തു. റിയാസിൻ്റെ മൊഴിയാണ് ഇതിൽ നിർണായകം. ഇന്നലെ വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇദ്ദേഹം സ്വയമേ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത്യധികം ഞെട്ടിപ്പിക്കുന്ന മൊഴിയാണ് റിയാസിൻ്റെ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് യുവാക്കൾ ചേർന്ന് തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു മൊഴി പോലീസിന് ലഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ഏതാണ്ട്, അതായത് ഈ സംഭവം നടന്ന നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ പുറകുവശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷയുടെ പുറകുവശത്തിരുന്നാണ് ഇത്തരത്തിൽ ഈ കത്തിക്കാൻ ശ്രമിച്ചത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും വളരെ ഗൗരവമായിട്ട് തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. വെറും 20,000 രൂപയ്ക്ക് തൻ്റെ സുഹൃത്തിനെ കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവം. ആ സംഭവം അത്യധികം ഗൗരവമായിട്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. സേതുലക്ഷ്മി. ശരി ഷമീർ, തീർച്ചയായും ഗുരുതരമായ ഒരു സംഭവം, അതീവ ഗൗരവ സ്വഭാവമുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഇത് ഈ തീപ്പൊള്ളലേറ്റത് മറ്റ് അസ്വാഭാവികതയൊന്നും ആദ്യം സംശയിച്ചിരുന്നില്ല. പക്ഷേ ഇത് കൊലപാതക ശ്രമമാണെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന റിയാസിന്റെ മൊഴി പ്രകാരം. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന് ഷമീർ.